തൃശൂർ പൂരം കലക്കലിൽ അജിത് കുമാറിനെതിരായ അന്വേഷണം കോൾഡ് സ്റ്റോറേജിൽ. പൂരം കലക്കൽ കണ്ടെത്താൻ അന്നത്തെ സർക്കാർ 3 അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നിലും റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല. 2024 നടന്ന പൂരം കലക്കലിൽ അജിത് കുമാറിന് പങ്കുള്ളതായി ആരോപണമുയർന്നിരുന്നു. CPM BJP ഡീലിന്റെ ഭാഗമായി സുരേഷ് ഗോപിയെ ലോക്സഭയിലേക്ക് ജയിപ്പിക്കാൻ തയ്യാറാക്കിയ പ്ലാനായിരുന്നു പൂരം കലക്കൽ എന്ന രീതിയിലാണ് കോൺഗ്രസ് ആരോപണമുയർത്തിയിരുന്നത്. അന്ന് സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ച കെ മുരളീധരൻ ഇന്ന് മന്ത്രിയാണ്. മുരളീധരന്റെ തോൽവിയുടെ പ്രധാന കാരണമായി പൂരം കലക്കൽ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിക്കാണിച്ചു. സുരേഷ് ഗോപിക്ക് സാഹചര്യങ്ങൾ അനുകൂലമാക്കാനാണ് പൂരം കലക്കിയതെന്നായിരുന്നു CPIയുടെയും നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങളാണ് കോൺഗ്രസ് നടത്തിയത്. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ തന്നെ നിരവധി ആരോപണങ്ങൾ ഉയർത്തി. RSS നേതാവ് ദത്താത്രേയ ഹൊസബല്ലയുമായി അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയടക്കമുയർത്തി CPM RSS കൂട്ടുകെട്ടിനെതിരെ സതീശൻ മൂർച്ചയേറിയ വിമർശനങ്ങൾ ഉയർത്തി. UDF ഭരണത്തിലേറുന്നതിന് തൊട്ടു മുൻപ് വരെ കെ മുരളീധരനും വിഷയം സജീവമായി കൊണ്ടുവന്നിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ് അജിത് കുമാറിന്റെ രക്ഷകനെന്നതായിരുന്നു വിമർശനത്തിന്റെ കാതൽ. LDFിലും ശക്തമായ സമ്മർദ്ദമുയർന്നതോടെ അന്നത്തെ സർക്കാർ 3 അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചു. അജിത് കുമാറിന് പൂരം കലക്കലിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നത് സംബന്ധിച്ചായിരുന്നു അന്വേഷണം. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ അന്വേഷണത്തിന് എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും അജ്ഞാതം. TCV തൃശൂർ.